السلام عليكم ورحمة الله وبركاته. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد فاتقوا الله عباد الله. وعن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال: لا تظهر الشماتة لأخيك فيرحم الله ويبتليك. رواه مسلم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഉടനീളം തഖ്വയും ഈമാനും ഇഖ്ലാസും നിലനിർത്തി അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഗാന്ധിജിയോട് ഒരു കുട്ടി ചോദിച്ചു, എന്താണ് ബാപ്പുജി ജനാധിപത്യം എന്നാൽ എന്ത്? ഗാന്ധിജി പറഞ്ഞു, ഒരു ഓട്ട മത്സരം നടക്കുക. ആ ഓട്ട മത്സരത്തിൽ 4-5 ആളുണ്ടാകും, അതിലൊരാൾ ജയിക്കും. ജനാധിപത്യം എന്ന് പറയുന്നത് കൂടെ ഓടാൻ ആളുള്ളത് കൊണ്ടാണ് ഒരാൾ ജയിച്ചത്, വാശിയുണ്ടായത്. ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് ജനാധിപത്യവും ജനാധിപത്യ രാജ്യവും. ഓർമ്മപ്പെടുത്താനുള്ളത്, ജയപരാജയങ്ങൾ ജീവിതത്തിലുമുണ്ട്, കച്ചവടങ്ങളിലുമുണ്ട്, കുടുംബജീവിതങ്ങളിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു മുസ്ലിമിന്റെ നിലപാട് ഖുർആനായിരിക്കും. ഒരു മുസ്ലിമിന്റെ നിലപാട് പ്രവാചകന്റെ ഹദീസായിരിക്കും. അതിനപ്പുറത്തേക്ക് വേറെന്നില്ല. ഏത് വിഷയങ്ങളിലും ഖുർആനും സുന്നത്തും നിലപാടായി, ആദർശ നിലപാടായി സ്വീകരിക്കണം. പ്രവാചകൻ പറഞ്ഞു, ലാ തുൽഹിരി ശമാതത അഖീക, നിന്റെ സഹോദരന്റെ പരാജയത്തിൽ നീ സന്തോഷിക്കരുത്. അത് രാഷ്ട്രീയ പരാജയങ്ങളിൽ സന്തോഷിക്കാൻ പാടില്ല. ഒരാൾ പരാജയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. വർഗീയത പറയുന്നവരെ, വിഭാഗീയത പറയുന്നവരെ അത് കേരളീയ സഭ ഒറ്റപ്പെടുത്തിക്കോളും. നമ്മുടെ മനസ്സിൽ ഒരാളോട് ദേഷ്യം വേണ്ട. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ പച്ചക്ക് വർഗീയ പറയുന്ന ആളുകളുണ്ട്, നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഹിദായത്തിന് ദുആ ചെയ്യുന്നത് നമ്മൾ ആരും തിരിച്ചു പറയാത്തത് അറിയാത്തതുകൊണ്ടല്ലോ. അവര് പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ അറിയാത്തവരല്ല മുസ്ലിമീങ്ങൾ. പറയാത്ത എന്താ? പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖൗലുൻ മഅറൂഫുൻ, വല്ലാത്തൊരു വാക്കാണത്. നല്ലതേ പറയാൻ പാടുള്ളൂ, അതാ പറയാത്തത്. അതുകൊണ്ട് ഒരാളുടെ പരാജയത്തിൽ നീ സന്തോഷിക്കരുത്. ഫയർഹമുക്കുല്ലാഹ്, അള്ളാഹു കരുണ ചെയ്യും അവരോട്, നിന്നെ പരീക്ഷിക്കും. ഒന്നേ പറയാനുള്ളൂ, രാഷ്ട്രീയപരമായി സൗഹാർദ്ദങ്ങളുണ്ട്. ജയപരാജയങ്ങൾ തീരുമാനിക്കുമ്പോൾ സംസാരം കൊണ്ട് ആ ബന്ധങ്ങൾ ഇല്ലാണ്ടാവുന്നത്. ഏതോ ഒരാൾക്ക് വേണ്ടി എന്തിനാ സംസാരിക്കുന്നത്? രാഷ്ട്രീയ സൗഹാർദ്ദങ്ങൾ നിലനിർത്തണം. ഇവിടെ നേതാക്കന്മാർക്ക് വേണ്ടി കൊടിപിടിച്ചവർ, നേതാക്കന്മാർക്ക് വേണ്ടി ബാനർ കിട്ടിയവർ, നേതാക്കന്മാർക്ക് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പലത് ചെയ്തവർ നമ്മുടെ കൂടപ്പുറപ്പുകളാണ്, നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ അയൽവാസികളാണ്, കൂടെ പഠിച്ചവരാ, നമ്മുടെ കടയിൽ വരുന്നവരാ. സംസാരം കൊണ്ട്, ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സംസാരം കൊണ്ട് ഒരാളെയും വെറുപ്പിക്കരുത്. ഒരാളെയും വെറുപ്പിക്കരുത്, വെറുപ്പിക്കാൻ പാടില്ല ഇസ്ലാമില്. പിന്നെ വിജയാഹ്ലാദങ്ങൾക്കിടയിൽ നമസ്കാരം ഒഴിവാക്കരുത്. അങ്ങനെ ഇസ്ലാമില്ല. വിജയാഘോഷങ്ങൾക്കിടയിൽ അതിൽ പെട്ടിട്ട് മഗ്‌രിബ് നഷ്ടപ്പെടുക, ഇശ നഷ്ടപ്പെടുക, എന്തിന്? നമുക്ക് റബ്ബിനോടുള്ള കടമയാണ്. അതുകൊണ്ട് ഉണർത്താനുള്ളത്, രാഷ്ട്രീയപരമായ സൗഹാർദ്ദങ്ങൾ, മനുഷ്യബന്ധങ്ങൾ. പരിശുദ്ധ ഇസ്ലാം സൗഹാർദ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകിയ മതമാണ്. മനുഷ്യബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ. അപ്പൊ നമ്മുടെ രാഷ്ട്രീയപര നിലപാടിൽ പോകുന്നവരായിരിക്കാം, തൊട്ടപ്പുറത്ത് വേറെ രാഷ്ട്രീയ നിലപാടായിരിക്കും. പക്ഷെ മനുഷ്യബന്ധങ്ങൾക്ക് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുണ്ട്. നിരീശ്വരവാദത്തിനെതിരാണ് ഇസ്ലാം.
നിർമ്മിതവാദങ്ങൾക്കെതിരാണ് ഇസ്ലാം, യുക്തിവാദങ്ങൾക്കെതിരാണ് ഇസ്ലാം. അതൊക്കെ തന്നെ ഉണ്ട്, അതൊക്കെ പച്ചയായി പറയണം. പക്ഷേ മനുഷ്യ ബന്ധങ്ങളെ, മനുഷ്യ സൗഹാർദ്ദങ്ങളെ, അയൽവക്ക ബന്ധങ്ങളെ, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സൗഹാർദ്ദങ്ങളെ നിലനിർത്തണം. ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾ ഒച്ച ഉണ്ടാക്കാൻ കാരണമാകരുത്. ഇത് ശ്രദ്ധിക്കേണ്ടതാണത്. അങ്ങനെയാണല്ലോ, ആർക്കോ എവിടെയോ കിടക്കുന്ന ആൾക്ക് വേണ്ടി നമ്മൾ കാണാറുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും, സുബഹിക്ക് വള്ളി വരും, സുബഹി നിസ്കരിച്ച് ചായക്കടയിലേക്ക് വന്ന എന്തെല്ലാം വർത്തമാനങ്ങളാ പറയണത്. വിട്ടാതിരുന്ന കൂടെ സുബഹി നിസ്കരിച്ചാ വന്നിരിക്കുന്നത്. ഏതോ എവിടെയോ കിടന്നുറങ്ങുന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുക, എന്നിട്ട് ഒരാളെ തർക്കിക്കുക, അടുത്ത ആളെ ഏറ്റുപിടിക്കുക. ഇവിടെ സുബഹി പോയില്ലേ? അള്ളാഹിന്റെ തൃപ്തി പോയില്ലേ? ഇവിടെ ഇസ്സത്ത് നഷ്ടപ്പെട്ടില്ലേ? ഇസ്ലാമിന്റെ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞില്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇസ്ലാം പറഞ്ഞ, ഖുർആൻ പറഞ്ഞ ആ മൂല്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.